ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ബാലന്റെയും കോമതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാലന്റെ ഒരു തീരുമാനമാണ് കേട്ടോ ഇന്ന് എല്ലാവരും അറിയാൻ പോകുന്നത്. അപ്പം ബാലൻ കുറച്ച് പ്രശ്നക്കാരനൊക്കെ ആയിരുന്നു. കാരണം ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും ഒക്കെ ഭയങ്കര അടിയും ബഹളവും വാശിയൊക്കെ ആയിരുന്നു. ഏതായാലും ഈ പ്രാവശ്യത്തെ ഓണം കൊണ്ട് ഈ അടിയും ബഹളവും വാശിയൊക്കെ തീർത്തിട്ട് അവർക്കൊരു പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ആ ഒരു പിടക്കമൊക്കെ മാറ്റി അവരുടെ ഒരു വൈരാഗ്യമൊക്കെ മാറ്റാൻ വേണ്ടി നമ്മുടെ ബാലൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. പക്ഷെ ബാലൻ എടുത്ത തീരുമാനം ഈ സമയത്തായതുകൊണ്ട് അത് എത്രത്തോളം വിജയകരമാകുമെന്നറിയില്ല. കാരണം അത് തന്നെയാണ് ഗോമതിയുടെ പേടി. ഏതായാലും നമ്മുടെ ആര്യന്റെ കാര്യം ഇതുവരെ ബാലൻ അറിഞ്ഞില്ല. അപ്പൊ ആര്യന്റെ കാര്യവും മിത്രയുടെ കാര്യം കൂടെ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ ശത്രുത ഇരട്ടിക്കുകയേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ബാലനാണെങ്കിൽ ഓണ സെലിബ്രേഷനാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മിത്ര പോയതിന്റെ സങ്കടം അപ്പുറത്തുകാർക്കുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി പരിഭവവും പരാതിയൊക്കെ മാറ്റി വെച്ച് അവർക്ക് ഒരു സ്നേഹമായിട്ട് പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നൊരു തീരുമാനം എടുക്കുകയാണ് ഇന്ന്. പക്ഷെ ആ ഒരു തീരുമാനം എടുക്കുമ്പോഴും ഗോമതിയുടെ മനസ്സിൽ ചങ്കിടപ്പോട് കൂടി അല്ലാതെ ഗോമതിക്ക് ആ ഒരു സെലിബ്രേഷൻ ഓണം പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെ ഭയങ്കര ആഘോഷമാണ്. അവര് ഭക്ഷണമൊക്കെ വിളമ്പുകയും അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയും പായസമൊക്കെ വെക്കുകയൊക്കെ ചെയ്യാണ് നമ്മുടെ ബാലൻ പറഞ്ഞിട്ട്. അപ്പുറത്തുകാർക്കും കൊണ്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത്. അപ്പം ബാലന്റെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു സമയത്തായി പോയി. പക്ഷെ ഈ ഒരു സമയത്തല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ അത് ആഘോഷമാക്കി തീർത്തേനെ നമ്മുടെ ഗോമതി. പക്ഷെ ഗോമതിക്ക് ആഘോഷമാക്കി തീർക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതാണ് ഇന്നത്തെ പ്രധാന വിശേഷം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ മിത്രയും ആര്യനും കൂടെ എത്താൻ കുറച്ച് സമയങ്ങൾ കൂടി ബാക്കിയേ ഉള്ളൂ. ഓണത്തിന്റെ ആ ഒരു ദിവസം തന്നെയാണ്, ഓണം ആഘോഷിക്കുന്ന ദിവസം തന്നെയാണ് മിത്രനും ആര്യനും വരാനിരിക്കുന്നത്. അപ്പൊ ഈ ഓണത്തിന് ഇവര് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ അത്തപ്പൂവൊക്കെ ഇടുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് നമ്മുടെ മീനാക്ഷിയും ഗോമതിയും ഭയങ്കര ടെൻഷനിലാണ്. ഈ ഒരു സമയത്ത് തന്നെ, അതും ഓണം ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ വലിയൊരു യുദ്ധം നടക്കാൻ പോകുവാണല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര സങ്കടം. ഗോമതിക്ക് ടെൻഷൻ. മീനാക്ഷി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കും. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കരുത്, അമ്മയുടെ ടെൻഷൻ കണ്ടിട്ടുണ്ട് എല്ലാവരും കള്ളത്തരം കണ്ടുപിടിക്കും, അമ്മ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിയരുത്, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനത് സഹിക്കില്ല, അതുകൊണ്ട് അമ്മ ഇത് എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് നിന്നേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ബാലൻ വിളിക്കുമ്പോഴൊക്കെ ഞെട്ടിക്കൊണ്ടാട്ടോ വിളി കേൾക്കുന്നത് ഗോമതി. കാരണം ബാലൻ വിളിക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ ആര്യം വന്നിട്ട് എല്ലാം അറിഞ്ഞിട്ടാണോ വിളിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. ഇവര് കിച്ചണിലാണല്ലോ ഉള്ളത്. അപ്പൊ അങ്ങനെ ബാലൻ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. എന്തു പറ്റി ഗോമതി, ഇതിനൊക്കെ ഓണമായിട്ട് മുഖത്തൊരു സന്തോഷം ഇല്ലാത്തത്? മിത്ര പോയതിന്റെ ആണോ? അത് സാരമില്ല, നമുക്ക് എല്ലാം ഒത്തുതീർപ്പൊക്കെ ആക്കാം. പിന്നെ ഗോമതിക്ക് സന്തോഷമുള്ളൊരു വാർത്ത ഞാൻ പറയാമെന്ന് പറഞ്ഞാണ് ആ ഒരു കാര്യം പറയുന്നത്. പായസമൊക്കെ അപ്പുറത്ത് കൊണ്ട് കൊടുത്ത് നമുക്ക് പിണക്കം മാറ്റാം. ഏതായാലും ഇത് നമ്മുടെ ഗോമതിക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഗോമതിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ മിത്രേനെയും അതുപോലെ തന്നെ ആര്യനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ആര്യനും മിത്രനും അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ അതിന് ഇടയിലായിട്ട് നമ്മുടെ ആര്യൻ വണ്ടിയൊക്കെ നിർത്തി മിത്രയോട് കാര്യം പറയുകയാണ്. അപ്പൊ മിത്രയോട് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഒരിക്കലും അമ്മയുടെ പേര് ഇതിനിടയിൽ വലിച്ചിടാൻ പാടില്ല, അമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കലും അറിയാൻ പാടില്ല, ഇത് നമ്മുടെ ഇഷ്ടപ്രകാരം എടുത്ത ഒരു തീരുമാനമാണെന്ന് മാത്രമേ എല്ലാവരും അറിയാൻ പാടുള്ളൂ എന്ന് പറയുക. അതിന്റെ കൂടെ എനിക്ക് ഒരു കാര്യം കൂടെ മിത്ര നിന്നോട് പറയാനുണ്ട്. ഇപ്പം ഞാൻ കെട്ടിയ ഒരു താലി നിന്റെ കഴുത്തിൽ കിടപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭർത്താവ് എന്ന നിലയിൽ നീ എന്നെ കാണാൻ ശ്രമിക്കരുത്. ഒരിക്കലും എനിക്ക് നിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടും സമ്മതപ്രകാരം വിവാഹം കഴിച്ചതാണെങ്കിലും അതിന്റെ പുറകിൽ കുറെ കഥകളുണ്ടല്ലോ, അത് നിനക്കും അറിയാലോ. അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവിന്റെ സ്വാതന്ത്ര്യം നീ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഒരു ഭാര്യയുടെ ആ ഒരു സ്വാതന്ത്ര്യം നിന്നിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്രയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. അപ്പം മിത്ര പറഞ്ഞു, അല്ല നിങ്ങളോട് പറഞ്ഞോ എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ച് വന്നോ? ഇല്ലല്ലോ. അല്ല നിങ്ങൾ ഈ അമ്മ പറയുന്ന ഉടനെ എന്തിനാ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് സമ്മതം കൊടുത്തത്? എന്നോടല്ലല്ലോ ആദ്യം ചോദിച്ചത്, അപ്പച്ചി നിങ്ങളോട് ആദ്യം ചോദിച്ചത്. നിങ്ങളോട് ആദ്യം ചോദിച്ചു വിവാഹം കഴിക്കാൻ തയ്യാറാണോന്ന്. നിങ്ങൾ എന്തുകൊണ്ട് അതിന് സമ്മതിച്ചു? നിങ്ങൾക്ക് സമ്മതമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ല, ഇത് വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നു, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു? ഇത് ഒരുമാതിരി എന്താ പറയാ, ചീപ്പായ പരിപാടി ആയിപ്പോയി. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ കാര്യം പറഞ്ഞ് ഹരാസ് ചെയ്യാം, എന്നെ ഉപയോഗിക്കാന്നൊക്കെ. പക്ഷെ ഒരിക്കലും ഈ മിത്രയുടെ ഒന്നും മിത്ര മാറ്റിവെച്ചിട്ടില്ല. മിത്രയ്ക്ക് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തോടു കൂടി തന്നെയായിരിക്കും ഇനിയും മിത്ര പെരുമാറുന്നത്. ഈ മിത്ര പഴയ മിത്ര തന്നെ. ഈ മിത്രയ്ക്ക് ഒരു മാറ്റം പോലും വന്നിട്ടില്ല. പിന്നെ എനിക്കൊരു ചെറിയൊരു തെറ്റുപറ്റി, ആ തെറ്റ് ഞാൻ തിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം
എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എന്നിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട വേറെ ഒന്നും, ഞാൻ പഴയ മിത്ര തന്നെയാണ്, ഞാൻ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്നെ ഉപേക്ഷിക്കാൻ പോകാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതെന്റെ പ്രശ്നമല്ലെന്ന് പറഞ്ഞപ്പം ഇതാടി നന്ദികേടെന്ന് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്ത് നന്ദികേടെന്ന് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ചെയ്തത്. അപ്പൊ പിന്നെ എന്ത് നന്ദികേട്? എന്റെ അപ്പച്ചോട് എനിക്കൊരു നന്ദിയുണ്ട്, പക്ഷെ ആ നന്ദി എനിക്ക് നിങ്ങളോട് കാണിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ടും ഇത്ര അങ്ങ് തുടങ്ങി. ഏതായാലും നമ്മുടെ ആര്യം പറഞ്ഞു, നീ നിർത്ത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ തമ്മിൽ മാത്രമുള്ളപ്പോൾ ഇങ്ങനെയുള്ള വഴക്കും അടിയോ ബഹളമോ ഒന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താക്കന്മാരും ആയിരിക്കണം, നമ്മൾ അങ്ങനെ വേണം അഭിനയിച്ച് കാണിക്കാനെന്ന് പറഞ്ഞപ്പം അഭിനയിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അല്ല, എന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഏതായാലും ഇത് അഭിനയിച്ചേ പറ്റൂ. എങ്ങനെയാണെങ്കിലും ഈ അഭിനയം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ എവിടെ പോവുക, എന്തിനു പോവുക, അങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ല. ഒരു ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നതും ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെ പോകുക എന്നൊക്കെ അത് എന്നോട് ചോദിക്കരുത്. എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ പോകും, ഇഷ്ടമുള്ള ദിവസം അത്രയും നിൽക്കും, അത് കഴിഞ്ഞ് ഞാൻ വരും. അത് എവിടെയാണ്, എന്തിനാണ്, ഏതിനാണെന്നൊന്നും ചോദിക്കാനുള്ള അധികാരം നിനക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ ഓരോ ഡയലോഗ് ഇറക്കി. ഏതായാലും മിത്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. മിത്രയും പറഞ്ഞു, മിത്രയുടെ വായിലിരിക്കുന്നതൊക്കെ മിത്രയും പറഞ്ഞു കേട്ടോ. ഏതായാലും ഇവർ രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നതെന്ന് നമ്മുടെ ഗോമതി അറിയുന്നില്ല എന്നുള്ളതാ സത്യം. ഗോമതിയുടെ വിചാരം എങ്ങനെയെങ്കിലും രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹിച്ച് മുന്നോട്ടേക്ക് പോകും, ഗോമതിയുടെ ആഗ്രഹവും നേടിയെടുത്തു. പക്ഷേ ഇതിനിടയിൽ ഉണ്ടാകുന്ന ഭൂകമ്പം ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതിനിടയിൽ നമ്മുടെ അച്ചമ്മയാണെ ഭയങ്കരമായിട്ടും, ഇതിനിടയിൽ ഗോമതിയുടെ അമ്മയാണെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമായിട്ട് നടക്കും. ഇത്രേനെ കാണാതിരിക്കാൻ ഗോമതിയുടെ അമ്മയ്ക്ക് പറ്റുന്നില്ല. അങ്ങനെ ഈ ടെൻഷനൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ പറയുകയാണ്, ഇനിയിപ്പം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ പോയി, ഇനിയിപ്പം വെറുതെ എന്തിനാ അവളെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, വെറുതെ അവളെ ആലോചിച്ചുകൊണ്ടിരുന്ന് വാശി പിടിക്കേണ്ടതോ ആഹാരം കഴിക്കാതിരിക്കേണ്ടതോ ഒരു കാര്യമില്ല. ഒരു കാര്യം ചെയ്യുക, വന്ന് വല്ലതും കഴിക്കുക, എന്തെങ്കിലും കഴിക്കാൻ മക്കൾ ഇങ്ങനെ പറയും, മക്കൾ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ അച്യുതനും നമ്മുടെ അനന്തനും ആണെങ്കിൽ ഇത് കണ്ടിട്ട് വന്നിട്ട് ദേഷ്യപ്പെടുകയാണ്. അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാണ്, അവള് പോയെന്നോർത്ത് എന്താണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ടൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓണത്തിന് അവൾ ഇവിടെ പാട്ട് പാടുകയും പൂക്കളം ഇടുകയും ഒക്കെ ചെയ്യുന്നത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരിക. ഏതായാലും നമ്മുടെ കുട്ടി അല്ലാതാവോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അച്യുതൻ, നമ്മളെ കൊന്നിട്ടല്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അവളിനി നമ്മുടെ കുട്ടിയല്ല, അവളിനി വേറെ ആരുടെയും കുട്ടിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏതായാലും മാതാപിതാക്കൾക്ക് ദേഷ്യം ഉണ്ടാകുമല്ലോ, സ്വന്തം മകള് ഇറങ്ങിപ്പോകുക, അതും കല്യാണ ദിവസം എല്ലാവരെയും ധിക്കരിച്ചിട്ട് ഇറങ്ങിപ്പോവാന്ന് പറയുന്ന ആ ഒരു ദേഷ്യം അച്യുതന്റെയും അനന്തന്റെയും ഒക്കെ മനസ്സിലിങ്ങനെ കിടക്കാണ്. പക്ഷെ അമ്മമാർക്ക് സഹിക്കാനും പൊറുക്കാനും കഴിയുന്ന പോലെ ചിലപ്പോൾ അച്ഛന്മാർക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ആ ഒരു ദേഷ്യമാണ് അവരിൽ കാണുന്നത്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ ധർമ്മം കൊണ്ടുവന്ന് പായസം കൊടുക്കുന്നത്. അങ്ങനെ ധർമ്മം കൊണ്ടുപോയി ഈ പായസം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അനന്തൻ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അപ്പൊ അനന്തനും അച്ഛനും ദേഷ്യം വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ധർമ്മം പറയുന്നുണ്ട്, ഒരിക്കലും ഇത് നിങ്ങളെ കളിയാക്കാനോ ഒന്നുമല്ല ഞാനിത് കൊണ്ടുവന്ന് തന്നത്, അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു, കളിയാക്കാനൊന്നും അല്ല എന്നൊക്കെ ധർമ്മം വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്യുതൻ അത് സ്വീകരിക്കുകയാണ് കേട്ടോ. ഏതായാലും മിത്ര പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഏതായാലും അപ്പൊ അച്ചമ്മയ്ക്കല്ല സോറി, നമ്മുടെ ഗോമതിയുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം ഗോമതിയുടെ അമ്മ പറയുന്നുണ്ട്, എന്റെ മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു, എന്റെ മോളും കൂടെ ഈ ഒരു സന്തോഷം കണ്ടേനെ, രണ്ടു കൂട്ടരും ഒന്നിക്കുന്ന ആ ഒരു സന്തോഷം കാണാൻ എന്റെ മോളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു കേട്ടോ. ഏതായാലും അവര് മിത്രയോടുള്ള വാശിക്ക് തന്നെയാണ് ആ പായസം മേടിക്കുകയും മിത്ര പോയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഓണം ഇല്ലാതിരിക്കുമെന്നും വേണ്ട, ഇവിടെ ഓണം വേണം എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് അച്യുതനും അനന്തനും കൂടെ ആ പായസം മേടിച്ച് കുടിക്കുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന്, ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഗോമതിനെ തന്നെയാണ്. ഗോമതി വീണ്ടും ടെൻഷൻ അടിച്ച് നടക്കുന്നു. നമ്മുടെ മീനാക്ഷി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബാലൻ വിളിച്ചിട്ട് എന്താണ് ഈ ഗോമതി നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുന്നു. ഇത് തന്നെ പിന്നെ കാണിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഓണാഘോഷം നടക്കുമ്പോഴത്തേക്കും മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ ആര്യനാണ് ആ കാറിൽ നിന്ന് വന്ന് ഇറങ്ങുന്നത്. ബാലൻ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ആര്യൻ ഇറങ്ങി, പക്ഷേ നമ്മുടെ മിത്ര ഇറങ്ങിയിട്ടില്ല. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.